നമസ്കാരം. ഗീതേച്ചിയാണ്. ഗീതേച്ചിയുടെ സ്വന്തം വീട്ടിലല്ലേ തെയ്യങ്കാണ എല്ലാവരും ക്ഷണിച്ചിട്ടേ കുറേ ആൾക്കാർ വന്നിട്ടാ. കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്ത് കൊണ്ടുവരും ചെയ്തേ. പിന്നെ തെയ്യെല്ലാം കഴിഞ്ഞു ഗീതേച്ചി വീട്ടിലെത്തിയേ. ബട്ട് നമ്മളെ പിന്നെ തളിപ്പറമ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് ഇതാണ് നിങ്ങൾ ചോദിച്ച സാധനം കേട്ടാ. നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടേ. ഇതെന്താണെന്ന് മനസ്സിലായ? ഇതാണ് നമ്മൾ സുഗന്ധി ഇല പറയും, രമ്പ ഇല പറയും, പിന്നെ പായസ ചെപ്പ് പറയും, എന്തും നമ്മൾ പറയാം. ഇതാണ് ആ സാധനം. ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ട് എല്ലാവരും പറഞ്ഞു ഇതെൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ മണം അറിയണമെങ്കിൽ ഇടല. ഒന്നുകിൽ ഇതിങ്ങനെ തിരുമ്പിയിട്ട് വാടിയിട്ട് മണക്കണേ. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ നെയ്ച്ചോറെല്ലാം വേകുമ്പോൾ അതിലിത് ഇട്ടാൽ ആ ഇട്ടവാട ആവിയിലാ മണം വരും. നല്ല പുന്നലില്ല, നല്ല പിന്നെ ഗന്ധകശാല അരിയുടെ മണം കേട്ടോ. നമ്മൾ പായസത്തിലിടും, ബിരിയാണിയിലിടും, നെയ്ച്ചോറിലിടും, ചിലവർ ചിക്കനിലിടും. ഇതെല്ലാം ഉണ്ടല്ലോ ലുലുമാൾ, ലുലുമാളല്ല വലിയ വലിയ മാളിലെല്ലാം കെട്ടാക്കി വെച്ചിട്ട് ഭയങ്കര പൈസയുള്ള സാധനം കേട്ടോ. ഭയങ്കര പോഷകമുള്ള സാധനമാണ്. ഇതിൻ്റെ മണം തന്നെ നല്ല പുന്നലിൻ്റെ മണം കേട്ടോ. ഇതാണ് നിങ്ങൾ ചോദിച്ച സാധനം. നമ്മളിത് സുഗന്ധി ഇല, രമ്പ ഇല, പായസച്ചപ്പ് എന്നല്ല പറയും. നിങ്ങൾ എന്നാ പറയുന്നത് കമൻറ്റിൽ പറയണം കേട്ടോ. നല്ല രസമില്ല കാണാൻ നോക്കിയിട്ട്. നല്ല അല്ലേ. നമ്മളിത് എവിടെ നടുവാരോ ഒന്നെങ്കിലും വെള്ളം വീഴുന്ന സ്ഥലത്ത്, നമ്മൾ പാത്രമെല്ലാം കഴുകുന്ന സ്ഥലത്തല്ല ഇങ്ങനെ ഒരു ചെറിയ പിന്നെ ഒരു കൈത വർഗ്ഗത്തിൽപ്പെട്ട, അത് കൈതച്ചെടിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇങ്ങനെ തനിയെ മുളച്ചോളും. വരുമ്പോൾ പൊട്ടി പൊട്ടി മുളക്കും. നമുക്ക് ഒരു വീട്ടിൽ അത്യാവശ്യം ഇതേട്ടാ. നിങ്ങൾ ഇതിപ്പോൾ നല്ല അടിപൊളിയല്ലേ. പിന്നെ അതുകൊണ്ട് ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് വീട്ടിൽ നടുവാ കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. ബൈ.